ഹലോ ഹായ് എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ബീഫ് ഒരു വെറൈറ്റി ആയിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് ഇന്ന് ഇടുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ കുറച്ച് ചെറിയുള്ളി എടുക്കാം കേട്ടോ. പിന്നെ കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി, പിന്നെ കുറച്ച് കുരുമുളക് കേട്ടോ, പിന്നെ വലിയ ജീരകവും, ഇതെല്ലാം കൂടെ ഒന്ന് നല്ലൊന്ന് അരച്ചെടുക്കണം കേട്ടോ. അപ്പോൾ എല്ലാതും കൂടെ ഒന്ന് നല്ല അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ബീഫിലേക്ക് മസാല ചേർക്കാം. അപ്പോൾ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ബീഫ് മസാല ഇതൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ കുറച്ച് ഗരം മസാലയും കൂടി ഇടണം കേട്ടോ. അപ്പോൾ ഗരം മസാല ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇട്ടിട്ടില്ല. പിന്നെ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന പിന്നെ ഉള്ളി, വെളുത്തുള്ളി ഇതിൻ്റെയൊക്കെ പേസ്റ്റും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ പേസ്റ്റ് ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് ഉപ്പും ചേർത്തിട്ട് പിന്നെ വെളിച്ചെണ്ണയും കുറച്ച് ഒഴിച്ച് കൊടുക്കണം കേട്ടോ. കറിവേപ്പിൻ്റെ ഇലയും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലൊന്ന് കുഴച്ചെടുക്കണം കേട്ടോ. അപ്പം ഞാൻ മുളക് പൊടി കുറച്ച് കമ്മിയാക്കിയിട്ടാണ് ഇട്ടിട്ടുള്ളത്. കുരുമുളകിൻ്റെ എരിവുള്ളത് ഉണ്ടാവും, അതുകൊണ്ട് ഞാൻ മുളക് കുറച്ച് കമ്മിയാക്കിയിട്ടാണ് ഇട്ടിട്ടുള്ളത്. അപ്പം ഞാനിത് യൂട്യൂബിൽ കണ്ടതാണ് കേട്ടോ. നല്ല ഫ്രൈ ആക്കി വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കി കണ്ടതാണ് കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കിച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കുകയാണ് ഞാൻ. അപ്പോൾ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് 2-3 വിസിൽ അടിക്കുന്നവരെ വെക്കണം കേട്ടോ. ഇത് വേവ് അധികമില്ലാത്ത ഇറച്ചിയാണ്, അധികം മൂക്കാത്താണ്. അതുകൊണ്ട് പിന്നെ 2-3 വിസിൽ വന്നാൽ മതി കേട്ടോ. അപ്പം ബീഫൊക്കെ നല്ല വെന്തിട്ടുണ്ട്. അപ്പം ഇനി നമുക്കിതൊന്ന് താളിച്ചെടുക്കാം. അപ്പോൾ പുതിയതായിട്ട് വീഡിയോ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഫുള്ളായിട്ട് വീഡിയോ കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് പിന്നെ ഇറച്ചി ഒന്ന് താളിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായിട്ട് അതിലേക്ക് കുറച്ച് വലിയ ജീരകം ഇട്ട് കൊടുത്തിട്ട് ചെറിയുള്ളി കുറച്ച് അധികം എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ. അപ്പോൾ ഉള്ളിയൊക്കെ ഏകദേശം മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്ത് കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്ത് പിന്നെ നമ്മൾ ചില്ലി ഫ്ലേക്സ് കുറച്ച് ഇട്ട് കൊടുക്കണം കേട്ടോ. പക്ഷേ ഞാൻ എരിവ് കൂടുന്ന വെച്ചിട്ട് അത് ഇടുന്നില്ല. പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും പിന്നെ കുറച്ച് ബീഫ് മസാലയും കൂടെ ഇട്ടിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ഇറച്ചി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്കിനി കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതിൽ തന്നെ അത്യാവശ്യത്തിന് എരിവുണ്ട്. അപ്പോൾ ഞാൻ ഈ എരിവിൽ തന്നെ നിർത്തുകയാണ് കേട്ടോ. പിന്നെ കുറച്ച് ഇറച്ചി എടുത്തിട്ട് നല്ലൊന്ന് വെള്ളം വറ്റിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ കുറച്ച് കുരുമുളകും മുളകും പൊടിയും കൂടി ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ സംഭവം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. വെളിച്ചെണ്ണയും കറിവേപ്പിൻ്റെ ഇലയൊക്കെ ആദ്യമേ ഇട്ടിട്ട് ഇങ്ങനെ നമ്മൾ അങ്ങനെ വെച്ച കാരണം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ പക്ഷേ എരിവ് നല്ല ഉണ്ട്. എരിവ് നല്ല കൂട്ടുന്നവർക്കാണെങ്കിൽ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഇറച്ചിയൊക്കെ ഒന്ന് വെച്ച് നോക്കണം എല്ലാവരും. അപ്പോൾ ഞാൻ യൂട്യൂബിൽ കണ്ടു വെച്ചതാണ്. അപ്പോൾ അതുപോലെ തന്നെ വെച്ചതും എരിവ് മാത്രം കുറച്ച് കമ്മിയാക്കിയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ മോനിക്കൊക്കെ നല്ല എരിവാണല്ലോ. അപ്പോൾ ഞാൻ വെളിച്ചെണ്ണയിൽ കുരുമുളകും മുളക് പൊടിയും കൂടി ഇട്ടിട്ട് ഇനി കുറച്ച് ഇറച്ചി ഇതിലേക്ക് ഇട്ടിട്ട് കുറച്ചൊന്ന് നല്ല മുരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. നല്ല എരിവുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇത് വെളിച്ചെണ്ണയിൽ നല്ല മൊരിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരാഴ്ച വരെ കൂട്ടാം കേട്ടോ. അപ്പോൾ ഞാനിത് വീഡിയോ എടുത്തിട്ട് ഒരാഴ്ചൻ്റെ മേലായി. ഇത് ഇറച്ചി അങ്ങനെ മൊരിച്ച് വെച്ചിട്ട് ഒരാഴ്ചൻ്റെ മേലുണ്ടായിരുന്നു കേട്ടോ കഴിക്കാനൊക്കെ. അപ്പോൾ ഗൾഫൊക്കെ പോകുന്നവർക്കൊക്കെ ഉണ്ടെങ്കിൽ, ഗൾഫിൽ പോകുന്ന ആൾക്കാർക്കൊക്കെ ബീഫൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ടെങ്കിലൊക്കെ ഇങ്ങനെയൊക്കെ പിന്നെ നല്ല ഡ്രൈ ആക്കി ചെയ്തിട്ടുണ്ടെങ്കിലൊക്കെ നന്നായിട്ടുണ്ടാവും കേട്ടോ.
അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്.